ഹായ്, എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. KS സേതുമാധവൻ സംവിധാനം ചെയ്ത് 1968 പുറത്തിറങ്ങി സത്യൻ, ശാരദ തുടങ്ങിയവർ അഭിനയിച്ച യക്ഷി എന്ന സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ശ്രീനിയുടെ കൂട്ടുകാരനായിട്ടാണ് N ഗോവിന്ദൻകുട്ടി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അവിടെ ആ ഒരു ഓഫീസിൽ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഇവരൊക്കെ തമ്മിലുള്ള ഒരുപാട് സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സത്യൻ യക്ഷികളുണ്ട് ഇല്ല എന്നുള്ളൊരു ഗവേഷണത്തിലൊക്കെ നടക്കുന്ന സമയത്ത് N ഗോവിന്ദൻകുട്ടി ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലും നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട്. സത്യം പറയുന്ന ഒരു വാചകമുണ്ട്, ഞാനൊരു അന്വേഷകനാണ്. നമ്മൾ ഒരു ധാരണകളും ഇല്ലാതെ വേണം അന്വേഷിക്കാൻ. അന്വേഷിച്ചാലാണല്ലോ എല്ലാം കണ്ടെത്താൻ സാധിക്കുക. പിന്നെ ഒരുപാട് ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ N ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ തന്നെയാണ് സത്യൻ മാഷ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ബാച്ചിലറാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് N ഗോവിന്ദൻകുട്ടി അവതരിപ്പിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ചന്ദ്രൻ വിവാഹം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനി വേറൊരു വാടക വീട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവരൊരു വാടക വീട് കണ്ടെത്തുന്നു. അപ്പോൾ ഈ കോളേജിൽ തന്നെ ശ്രീനിക്ക് ഒരു പ്രണയമുണ്ട്. വിജയ എന്നാണ് ആ ലേഡിയുടെ പേര്. അതവിടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ അങ്ങനെ വീട് ശ്രീനി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ വാടക വീടിന്റെ അടുത്താണ് നമ്മുടെ അടൂർ ബാസിയുടെ കഥാപാത്രം ഉള്ളത്. ഈ അടൂർ ബാസിയുടെ കഥാപാത്രത്തിന്റെ പേരെന്ന് പറയുന്നത് ആനന്ദൻ എന്നാണ്. അപ്പൊ ഈ അടൂർ ബാസി ഇങ്ങനെ സത്യനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ വേണോ, നിങ്ങളൊന്നും കൂടി ആലോചിച്ചിട്ട് മതി, ഇത് പ്രേതവാസമുള്ളതാണ്, യക്ഷവാസമുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ കുറെ നാട്ടുകാരുടെ കഥകളൊക്കെ പറയുമ്പോൾ സത്യം പറയുന്നുണ്ട്, അതെയോ, എനിക്കൊരു കൂട്ടായില്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ സത്യനെ സഹായിച്ചുകൊണ്ട് തന്നെ ബഹദൂറിന്റെ കഥാപാത്രം ഉണ്ട്, പരമു എന്നാണ് പേര്. അപ്പോൾ ഈ കഥകളൊക്കെ N ഗോവിന്ദൻകുട്ടിയുടെ അവിടെ വെച്ചിട്ട് ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ പരമുവിന് അങ്ങോട്ട് പോകാൻ പേടിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു, നമുക്കൊരു യക്ഷിയെങ്കിലും ഒരു കൂട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീനി അങ്ങോട്ട് താമസം മാറ്റാണ്. അപ്പൊ കൂടെ പരമവും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസത്തിൽ ശ്രീനിക്ക് ഒരു ലാബിൽ എന്തൊക്കെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വിജയ വന്ന് കാണുന്നു. അവരുടെ ഒരു പ്രേമത്തിന്റെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ചെറിയൊരു പാട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷം അവിടെ ഒരു ആക്സിഡന്റ് നടക്കുകയാണ്. ആ ലാബിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് നടക്കണം. ആ ആക്സിഡന്റിൽ സത്യൻ സാറിന്റെ, അതായത് ശ്രീനിയുടെ മുഖം വികൃതമായി പോവുകയാണ് ഒരു വശം. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ശ്രീനി കിടക്കുകയാണ്. അപ്പോൾ ഈ വിജയ അവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ സത്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആരില്ലെങ്കിലും എനിക്ക് സാരമില്ല, നീ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ വിജയോട് പറയുന്നുണ്ട്. പക്ഷെ വിജയ ഇത് കണ്ടതോടുകൂടി, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി വിജയ അവിടുന്ന് ഇവൻ പറയുന്നത് മുഴുമിപ്പിക്കാതെ തന്നെ ആ സമയത്ത് ഇറങ്ങിപ്പോകണം. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് N ഗോവിന്ദൻകുട്ടിയുടെ കഥാപാത്രം കയറി വരുന്നുണ്ട്. അപ്പോൾ N ഗോവിന്ദൻകുട്ടി വന്നതൊന്നും ശ്രീനി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രൻ പറയാണ് ശ്രീനിയോട്, വിജയ പോയി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീനിക്ക് ആകെ വിഷമമാവുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം കോളേജിൽ വരുന്നു. കോളേജിൽ വരുമ്പോൾ തന്നെ ആൾക്കാരുടെ ആ ഒരു പുച്ഛഭാവം, അല്ലെങ്കിൽ അയ്യോ എന്നൊരു ഞെട്ടുന്നൊരു ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു വെറുപ്പുളവാക്കുന്ന അങ്ങനെയുള്ളൊരു ഭാവങ്ങളൊക്കെ കാണുന്നു. പെട്ടെന്ന് പിന്നെ ഇയാൾ തിരിഞ്ഞ് നടന്നു പോവുകയാണ്. അപ്പോൾ വിജയ ഇവനെ കാണുമ്പോൾ തന്നെ മുഖം തിരിച്ചു പോകുമ്പോഴൊക്കെ ഒരു വിഷമാവസ്ഥയായിട്ട് തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ വീണ്ടും ചെറിയൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഒരു പാർക്കിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് വിജയ് ഉണ്ടെന്നും വിജയ് ഇവൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ കൂടിയിട്ടാണ് ആ പാട്ട് പോകുന്നത്. അങ്ങനെ ആ പാട്ട് എൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയിൽ പിടിച്ചു നിൽക്കുന്ന സത്യനെയാണ് കാണിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരാൾ അവിടെ വന്നിട്ടുണ്ട്. ആളൊരു ബ്രോക്കറാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ഏത് തരത്തിലുള്ള ലേഡീസിനെ വേണമെങ്കിലും കിട്ടും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനിയോട് പറയാണ്. അപ്പോൾ ശ്രീനി അതിൽ ആ വാഗ്ദാനങ്ങളിൽ വീണിട്ട് നേരെ ശ്രീനി അയാളുടെ ഒപ്പം പോവുകയാണ്. അപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ ശ്രീനിയുടെ മുഖം വികൃതമായിട്ടിരിക്കണല്ലോ. അപ്പോൾ യാതൊരു തരത്തിലും ലേഡീസ് ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ള രീതി വരുമ്പോൾ കാശ് കൂടുതൽ കൊടുത്താൽ സമ്മതിക്കുന്നു പറഞ്ഞിട്ട് 5 രൂപയും കൂടി കൂടുതൽ കൊടുത്തിട്ടൊക്കെ പോവാണ്. പക്ഷെ അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നതും തിരിച്ചിറങ്ങി ഓടി വരുന്ന സത്യനെയാണ് കാണുന്നത്. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അവിടെയുള്ള ഒരു ലേഡി. അപ്പോൾ അയാൾക്ക് അതിനുള്ളൊരു കഴിവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സന്ദർഭം ശരിക്കും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയാണ്. അപ്പൊ അങ്ങനെ ശ്രീനി ഓടി തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വീണ്ടും അടൂർ ബാസി പറയുന്നുണ്ട്, ഒക്കെ ആലോചിച്ചിട്ടൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അടൂർ ബാസിക്ക് 2 നായ്ക്കളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജൂഡി എന്നും ജൂലി എന്നും മറ്റുമാണ് പേര്, 2 നായ്ക്കളുടെ പേര് തോന്നുന്നു. അപ്പൊ അങ്ങനെ സത്യൻ അവിടെ തന്റെ വീട്ടിൽ കയറി കിടക്കുന്നു. അപ്പൊ അതിനിടയിൽ ഗോവിന്ദൻകുട്ടിയായിട്ടുള്ള നല്ല വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പരമു ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞു, ഓഹോ ആരും എൻ്റെ ഒപ്പം ഇല്ല അല്ലേ, വിജയ പോയി, അപ്പോൾ പരമു അവസാനം നീയും പോവുകയാണ് അല്ലേ എന്ന് ചോദിച്ചിരുന്നു. എനിക്ക് വേറെ ആരുമില്ല, അപ്പൊ ചന്ദ്രൻ അല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല, സാരമില്ല ചന്ദ്ര, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ പരമു പറയുന്നത്, സാർ പേടി കൊണ്ട് പറഞ്ഞതാണ്, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് പരമു ശ്രീനിയുടെ ഒപ്പം പോവാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം താൻ താമസിക്കുന്ന വീട്ടിലെത്തുന്നു. പെട്ടെന്ന് രാത്രി നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
അടൂർ ബാസി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യക്ഷി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിന്റെ സിഗ്നൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പാല പൂക്കുന്ന അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നല്ല മഴയുള്ള ഒരു രാത്രിയും കൂടിയാണ്. അപ്പൊ പെട്ടെന്ന് വാതിലിൽ മുട്ടുകയാണ്. അപ്പൊ ആരാണെന്ന് നോക്കുന്ന സമയത്ത് ശാരദയാണ് അവിടെ വാതിലിൽ മുട്ടിയിരിക്കുന്നത്. നട്ടപ്പാതിരാത്രിയാണ്, ആകെ നനഞ്ഞു കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ശാരദ അങ്ങനെ പറയുന്നു, വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് കയറിയതാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറിയത്, എന്ത് വിശ്വസിച്ചാണ് കയറുമ്പോൾ, വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ നാഗ നനഞ്ഞിരിക്കുകയാണ്, എനിക്കൊരു ഡ്രസ്സ് മാറ്റാൻ എന്തെങ്കിലും തരാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ശ്രീനി അവിടെയുള്ള ഒരു മുണ്ട് കൊടുക്കുന്നു. ആ മുണ്ടൊക്കെ കൊടുത്തിട്ട് ശാരദ വരുന്നുണ്ട്. അപ്പൊ ശാരദ എന്നിട്ട് പറയാണ്, ശ്രീനിയോട് പറയാണ്, അങ്ങ് വിശ്രമിച്ചോളൂ, ഞാൻ രാവിലെ ആവുമ്പോൾ ഞാൻ പോയിക്കോളാം എന്നും പറയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ശാരദ പോയി. അപ്പോൾ ശ്രീനി കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടൂർ ബാസി അവിടെ വരുന്നു. അടൂർ ബാസി വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് ശ്രീനിയോട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പോഴത്തെ തന്നെ പോകണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് വീട് കാണിക്കാൻ വരുമ്പോൾ അവിടെ ഒരു ചുമർ ചിത്രത്തിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചുമരിൽ ഫോട്ടോ ചെയ്ത ഫ്രെയിമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്നുണ്ട് ഇതൊരു യക്ഷിയമ്പലമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ്, ഇതിലാണ് അവളെ തളച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ അടൂർ ബാസി അവിടെ വരുന്നു. അടൂർ ബാസി വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് താമസം മാറി പോകണം, കാരണം രാവിലെ തന്നെ അതിസുന്ദരിയായിട്ടൊരു യുവതി പോകുന്നുണ്ടായിരുന്നു, നായ്ക്കളൊക്കെ ഭയങ്കര കുറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് പരമു അവിടെ മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തായാലും മാറണം എന്നുള്ള രീതി വരുമ്പോൾ അതായത് ശ്രീനി പറയാണ്, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലെറ്റർ വരുമ്പോൾ വെള്ളിയാഴ്ച നമുക്ക് അവിടെ കൽമണ്ഡപത്തിൽ വെച്ച് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചന്ദ്രൻ വെള്ളിയാഴ്ച നോക്കിയിട്ട് കൽമണ്ഡപത്തിൽ പോകുന്നു. പക്ഷെ അവൾക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. പക്ഷെ അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വളരെ വിഷണ്ണനായിട്ട് ആരുമില്ല. പക്ഷെ അവിടെ വെച്ചിട്ട് ആ പാട്ട് കഴിയുമ്പോൾ ആൾ അവിടെ എവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. തിരിച്ച് ആളുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. അങ്ങനെ വേറൊരു ദിവസം നോക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രി തന്നെയാണ് നമ്മുടെ ശാരദ വരികയാണ്. ശാരദയുടെ ക്യാരക്ടറിന്റെ പേര് രാഗിണി എന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ രാഗിണി അവിടെ വരുന്നു. അപ്പം ഇതിനു മുമ്പ് തന്നെ രാഗിണിയുടെ കാര്യങ്ങളൊക്കെ അമ്മുമ്മയും ഞാനും മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീനിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീനിയെ മുമ്പ് രാഗിണി കണ്ടിട്ടൊക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളും മുമ്പ് കണ്ടിട്ടുണ്ടോ ആലോചിച്ച് നോക്കുന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ രാഗിണി അവിടെ വരികയാണ്. അപ്പൊ വെള്ളിയാഴ്ച വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അപ്പൊ ഞാനിനി പോകുന്നില്ല, അമ്മുമ്മ മരിച്ചു എന്നൊക്കെ പറയണം. അപ്പൊ അതെയോ, ഇന്ന് രാത്രി തന്നെ നമുക്ക് അയൽവാസികളേക്ക് ഒന്ന് പരിചയപ്പെടാം, നമുക്ക് വിവാഹം കഴിക്കാം, നാളെ തന്നെ ആയിക്കോട്ടെ നമ്മുടെ വിവാഹം എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അയൽവാസിയായിട്ടുള്ള ആനന്ദനെ കാണുന്നു, അങ്ങനെ പരിചയപ്പെടുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ലേഡിയാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഈ നായ്ക്കളൊക്കെ ചില ഒച്ചടലൊക്കെ ഉണ്ട്, ഈ രാഗിണിനെ ഭയങ്കര കണ്ടിട്ട് പേടിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാണ്. പിറ്റേ ദിവസമായി. അപ്പൊ പെട്ടെന്ന് ഇവരുടെ മാരേജ് ചെയ്യുന്നു. ഇവരുടെ മാരേജ് ചെയ്തിട്ട് തിരിച്ച് ഇവര് കന്യാകുമാരിയിലേക്ക് മധുവിധു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അവിടെ ആ ഹോട്ടലിൽ വെച്ചിട്ട് പല രംഗങ്ങളൊക്കെ ഉണ്ട്. ശ്രീനി രാഗിണിയെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവനെ പെട്ടെന്ന് ക്ഷീണമായി പെട്ടെന്ന് തിരിച്ചു വരികയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തോ പന്തികേടുണ്ട് എന്നുള്ളത് രാഗിണിക്കും മനസ്സിലാവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു 2-3 തവണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു ദിവസം നോക്കണ സമയത്ത് ശ്രീനി ഇങ്ങനെ യക്ഷിയുടെ നോവലുകളൊക്കെ ഇങ്ങനെ എഴുതുകയുള്ളൂ. അപ്പൊ യക്ഷി എല്ലാ ദിവസവും രക്തം പാനം ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ രാഗിണി പറയണം, അസംബന്ധമാണ് ഈ പറയുന്നതാണ്. അപ്പൊ ഇവൻ ചോദിക്കണം, അതെങ്ങനെ നിനക്കറിയാം എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഇങ്ങനെ പറയണം, യക്ഷി അങ്ങനെ എപ്പോഴും ഒന്നും രക്തം പാനം ചെയ്യില്ല, വർഷത്തിൽ ഒരു തവണയൊക്കെ രക്തം പാനം ചെയ്യുള്ളൂ. യക്ഷിയുടെ ലോകം ഇവിടെയൊന്നുമല്ല. യക്ഷിയുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നീലാകാശത്തിന് മുകളിൽ ഒരു ചുവന്ന ആകാശമുണ്ടെന്നും അവിടെ ഒരുപാട് വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇവിടെയൊന്നും പുഷ്പിക്കുന്ന പോലത്തെ പൂക്കളല്ല, മരതകവും രത്നങ്ങളൊക്കെയാണ് അവിടുത്തെ പുഷ്പങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം, നീ യക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് പിന്നോട്ട് മാറുകയാണ്. പിന്നോട്ട് മാറുമ്പോൾ ഇവൾക്ക് എന്താ സംഭവം എന്നൊന്നും പറയില്ല. നീ അങ്ങോട്ട് മാറിപ്പോ, ഞാനിപ്പുറത്ത് കിടക്കണം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ശ്രീനി പെട്ടെന്ന് മാറിപ്പോവുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു അവസ്ഥ, ഇവള് യക്ഷിയാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ശ്രീനിയുടെ ക്യാരക്ടറിലേക്ക് വളരെയധികം ആഴത്തിൽ പതിഞ്ഞു പോവാണ്. അതിനനുസരിച്ചുള്ള ചില ക്യാരക്ടർ സ്വഭാവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ശാരദയുടെ ചില പ്രവർത്തികളൊക്കെ കാണുമ്പോൾ നമുക്കും ഇത് യക്ഷി തന്നെയാണോ എന്നുള്ള രീതി തോന്നും. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ അതിനുശേഷം അപ്പൊ ഇവന്റെ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ ഇതിനിടയിൽ എൻ ഗോവിന്ദകുട്ടിയോടൊക്കെ പറയുമ്പോൾ എൻ ഗോവിന്ദകുട്ടി പറയുന്നത്, നീ പെട്ടെന്ന് ഒരു മനഃശാസ്ത്രജ്ഞനെ കാണണം, നിന്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞോ, എനിക്ക് ഭ്രാന്താണെന്നാണോ നീ പറയുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ സുകുമാരിയുടെ ക്യാരക്ടർ ഉണ്ട്, അടൂർ ബാസിയുടെ ഭാര്യ ആണ് സുകുമാരിയുടെ ക്യാരക്ടർ. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് കുട്ടികളൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ സുകുമാരി ഗർഭം ധരിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ സത്യൻ എൻ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത്, അതായത് ചന്ദ്രന്റെ അടുത്ത് പറയാണ്, നീ കണ്ടോ ഇവളെ യക്ഷിയാണെന്നല്ല പറഞ്ഞു, അവളാണിപ്പോ
സുകുമാരിയെ നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ യക്ഷികൾ ഭ്രൂണമൊക്കെ കഴിക്കും, അതുകൊണ്ട് വലിയ താമസമില്ലാണ്ട് കണ്ടോ ആ ഗർഭം അലസിപ്പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്നുകൂട്ടി നിനക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞേക്കണം. അങ്ങനെ അവൻ വന്ന് തിരിച്ചു വന്നിട്ട് പുറത്ത് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ശാരദ അവിടുന്ന് വരുന്നുണ്ട്. ഒരു അകത്ത് കയറാൻ നിൽക്കണം, അപ്പോൾ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ആട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൻ സ്വപ്നം കാണണം, ആ ഒരു ഫ്രണ്ടിലെ പാലയിൽ നിന്നും ഗന്ധർവം വരുന്ന പോലെയൊക്കെ സ്വപ്നം കാണുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവള് ശാരദ അങ്ങനെ യക്ഷിയുടെ ഭാഗത്തിൽ അങ്ങനെ പോകുന്നു, അവര് പ്രണയിച്ച് നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവൻ കാണുകയാണ്. പിന്നെ അതിനുശേഷം ഒക്കെ കാണിക്കുന്നത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുന്ന് സുകുമാരി ഇവൻ പറഞ്ഞ പോലെ തന്നെ ഗർഭം അലസിപ്പോയി. അപ്പൊ പെട്ടെന്ന് ഇവന്റെ സംശയം വീണ്ടും കൂടുകയാണ്. അപ്പൊ ഇവളോട് എൻ ഗോവിന്ദൻകുട്ടിയോട് ചോദിക്കുകയാണ്, അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അപ്പൊ മുമ്പ് അതായത് ഇവര് യാത്ര പോണ സമയത്ത് ഇവന്റെ ചുണ്ടില് ചോര ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു നോക്കുമ്പോൾ ഗോവിന്ദൻകുട്ടിയോട് നിങ്ങൾ മറിഞ്ഞു വീണപ്പോൾ ചോര വന്നിട്ടുണ്ടാവും, സ്വാഭാവികം. അപ്പൊ അപ്പൊ ഇതിനിടയിൽ 2 നായകളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ നായ ഒരിക്കൽ രാഗിണിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ചത്തുപോയിരുന്നു. അപ്പൊ രാഗിണി ഇത് എന്തുകൊണ്ട് ചത്തു എന്നുള്ളത് അടൂർ ബാസി പറയുന്നുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് അതിന് തീരെ വയ്യ, സാരമില്ല ഞാൻ വേറൊന്നിനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് ഇത് പറയുന്നത് നായ ചത്തു. അപ്പൊ എൻ ഗോവിന്ദൻകുട്ടി അത് പറയുന്നുണ്ട്, അത് സുഖമില്ലാണ്ട് വന്നിട്ട് മരിച്ചതാവാനാണല്ലോ സാധ്യത, അല്ലാണ്ട് നീ പറയുന്ന പോലെയൊന്നും ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വിടുക. വിവാഹം കഴിഞ്ഞിട്ട് ഇവരുടെ ശാരീരിക ബന്ധമൊന്നും നടന്നിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ശാരദ അവന്റെ മുഖത്ത് നോക്കി പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടതോടുകൂടി അതായത് ശ്രീനിയുടെ ഒരു ക്യാരക്ടറിന് ഭയങ്കര വ്യത്യാസം വരികയും ഇവളെ ഭയങ്കര അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്യാണ്. മർദ്ദിച്ച് ഇവള് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എല്ലാം. അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കുളിമുറിയിൽ കാല് വഴുതി വീണതാണ് എന്നുള്ളതാണ് രാഗിണി പറയുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് നമ്മുടെ എൻ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടില് ആണ് തോന്നുന്നു. എൻ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കണേ എന്ത് പറ്റിയതാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ ചോദിച്ച് രാഗിണിയോട് ചോദിച്ചറിയുന്നു. അപ്പൊ അങ്ങനെ രാഗിണി പറയുന്നു, അവളുടെ കഥകൾ മുഴുവൻ പറയുന്നു. ഞാൻ സാറിനെയൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അവിടെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല, എൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നു. അതെ, അപ്പൊ ആ സമയത്ത് തന്നെ ശ്രീനിയോടുള്ള സ്നേഹമാണ് ഇവളുടെ ഈ ഒരു വരാനുണ്ടായിരുന്ന കാരണം. അപ്പൊ അങ്ങനെ അപ്പൊ തൽക്കാലം ഇവര് തിരിച്ച് ഇവളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കണം. അപ്പൊ എന്നിട്ട് ശ്രീനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കാര്യം അവളെന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ ഗോവിന്ദൻകുട്ടി ചോദിക്കുന്നുണ്ട്, നിനക്ക് അവളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് എൻ ഗോവിന്ദൻകുട്ടി ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് തിരിച്ച് രാഗിണിയെ വിളിക്കാൻ വേണ്ടിയിട്ട് രാഗിണിയുടെ വീട്ടിൽ പോകുന്നു. രാഗിണിയെ വിളിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ രാഗിണി വൈകുന്നേരം കുളിക്കാൻ കയറുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് വാതിൽ തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തുറക്കുന്നു. അവൻ വീണ്ടും രാഗിണിയെ പ്രാപിക്കാൻ ശ്രമിക്കണം. അപ്പൊ വീണ്ടും സാധിക്കുന്നില്ല. അപ്പൊ രാഗിണി പറയാണ്, സാരമില്ല ശ്രീനി, ഞാൻ യക്ഷിയായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറ്റാത്തത് എന്നുള്ളതൊക്കെ പറയണം. അപ്പൊ നീ യക്ഷിയാണ് പോ എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞിട്ട് ആ പാലയിൽ ഗന്ധർവനാണ് നിന്റേത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്തൊക്കെയോ കുറെ പറഞ്ഞിട്ട് ഇവളെ പുറത്തേക്ക് ഇറക്കണം. ഇവള് രാഗിണി പറയാണ്, ഞാൻ യക്ഷി ലോകത്തുനിന്ന് വന്നിട്ടുള്ള യക്ഷി തന്നെയാണ്, ശ്രീനിയുടെ ചോര കുടിച്ചാൽ മാത്രമേ എനിക്ക് മോക്ഷം കിട്ടുള്ളൂ. അപ്പൊ അവൻ പറയുന്നുണ്ട്, വേണ്ട നീ എന്നെ കൊന്നോ, എന്നിട്ട് നിനക്ക് മോക്ഷം കിട്ടിപ്പോയിക്കോ, എന്തൊക്കെയോ ഇതൊക്കെ വർത്താനം പറയുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു പുകച്ചുരുളായി നമ്മുടെ രാഗിണി മുകളിലേക്ക് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ സീട്ടും വലിച്ചിട്ടിരിക്കുന്ന സത്യൻ സാറ്, ശ്രീനിയുടെ ക്യാരക്ടർ അതിഗംഭീരമാണ്. രാഗിണി അവിടെയൊന്നും കാണാനില്ല. അപ്പോൾ അടൂർ ബാസിയുടെ ക്യാരക്ടർ എൻ ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടറൊക്കെ വരുന്നു. അപ്പോൾ ശ്രീനിയോട് ചോദിക്കുകയാണ്, എന്താണ് ശ്രീനി, അവളെ എവിടെ, രാഗിണി എവിടെ, കാണാനില്ലല്ലോ, സത്യം പറയൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, അവളിങ്ങനെ എൻ്റെ കൺമുന്നിൽ വെച്ച് പുകച്ചുരുളുകളായി മുകളിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പോയി എന്നുള്ള ഡയലോഗൊക്കെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ആ ഒരു രംഗമാണ് കേട്ടോ. കാരണം ശ്രീനി സാറിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി, അങ്ങനത്തെ ആ ഒരു സംഭാഷണം, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയി. അത് ഈ സിനിമ മൊത്തം കണ്ടുവരുമ്പോഴാണ് അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പൊ അങ്ങനെ തന്നെ ഇതിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഒക്കെ ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ പോലീസ് വരുന്നു. അപ്പോൾ ശ്രീനി ഓടിച്ചെന്ന് ചോദിക്കുന്നത്, സാർ നിങ്ങളെൻ്റെ ഇൻസ്പെക്ടർ, നിങ്ങളെൻ്റെ രാഗിണിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല അല്ലേ. അപ്പോൾ എൻ ഗോവിന്ദൻകുട്ടി ഇതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, പത്രക്കാരൊക്കെ പലതുമാണ് പറയുന്നത്, കോളേജ് പ്രൊഫസറുടെ ഭാര്യയെ കാണാതായതിനെ പറ്റിയിട്ട് പലതും എഴുതി വിട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ശ്രീനി പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൂടെ എന്നുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻസ്പെക്ടർ വരുന്നു. ഇൻസ്പെക്ടർ വന്നിട്ട് ഇദ്ദേഹത്തിനെ പറയുന്നു, ശ്രീനിയെ കൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറയുന്നു. അങ്ങനെ ശ്രീനിയെ കൊണ്ട് ഇൻസ്പെക്ടർ അറസ്റ്റ് ഒന്നും ചെയ്യണ്ട എന്ന് പറയാണ്. അപ്പൊ ശ്രീനിയുടെ സംഭാഷണങ്ങളൊക്കെ കണ്ടിട്ട് ഇൻസ്പെക്ടറോടും ഇത് തന്നെയാണ് പുള്ളി പറയുന്നത്, അവൾ പുകച്ചുരുളായി മുകളിലേക്ക് പോയി എന്നൊക്കെ പറയാം.
അങ്ങനെ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കണം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എന്നുള്ള പറയണം. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോകുന്നു. പുള്ളി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്ക്രീന് മയങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ മനഃശാസ്ത്രജ്ഞൻ ഇവരോട് പറഞ്ഞു, ഞാൻ ചെറിയൊരു സെറ്റപ്പ് ആ റൂമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ എന്തായാലും നമുക്ക് അതിന് ശേഷം നോക്കാൻ പറഞ്ഞു. അങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് രാഗിണി അവിടെ നിൽക്കുന്നു. അതൊരു രാഗിണിയുടെ ഒരു ഫോട്ടോ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാഗിണി അവിടെ കാണുമ്പോൾ പെട്ടെന്ന് അവന് ബോധം വരികയാണ്, അയ്യോ എന്നുള്ള രീതിയിലൊരു ബോധം വരികയാണ്. അവൻ്റെ ആ ഒരു പവർ, അവൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ഓർമ്മ വരികയാണ്. അങ്ങനെ ചന്ദ്രൻ്റെ അടുത്ത്, അതായത് എൻ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് പറയണം, ചന്ദ്ര ഇങ്ങനെയാണ് ഉണ്ടായത്. അതായത് നേരത്തെ കുളിക്കാൻ കയറിയ സീൻ ഉണ്ടല്ലോ, ഇവളെ പ്രാപിക്കാൻ ശ്രമിക്കാൻ പറ്റാണ്ടായപ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് ഇവള് രാഗിണിയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട്, അതായത് വെട്ടി നുറുക്കി തീ കത്തിച്ചിട്ട് വീടിനകത്ത് തന്നെ ഇട്ടിട്ട് മൂടി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ നേരത്തെ നമ്മളെ കാണിക്കുന്ന രംഗങ്ങളിലോ ശ്രീനി ശരിക്കും വളരെ സ്നേഹത്തിൽ എന്നെ കൊന്നോളൂ, എൻ്റെ ചോര കുടിച്ചോളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് ശ്രീനി അവിടെ പെരുമാറിയിരിക്കുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ നേരെ ഇതിന്റെ നേരെ ഉൾട്ടയാണ് അവിടെ സംഭവിച്ചത്. അതായത് ശ്രീനി ഇവളെ ദേഷ്യം വന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന് വെട്ടി നുറുക്കി കത്തിച്ച് വീടിനകത്ത് തന്നെ മൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പടത്തിന്റെ ഒരു കഥാസംഗ്രഹം. ഇതാണ്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവിടെയൊക്കെ വന്നിട്ടുണ്ടാവാം ഞാൻ പറഞ്ഞതിൽ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തിരുത്തി തരിക, കമന്റിൽ അറിയിച്ചാൽ മതി. പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് പറയുമ്പോൾ അത്യാവശ്യം നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മലയാളത്തിലെ ആദ്യത്തെ സൈക്കോ ത്രില്ലർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ സിനിമയെ കണക്കാക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് പറയണം. ആ സിനിമയുടെ പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് കാണാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഈ പടത്തിനെ പറ്റി പറയുക വെച്ചാൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ് യക്ഷി എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിലേക്ക് ഒരു എപ്പിക് എന്ന് പറയുന്ന ഒരു സിനിമയാണ് യക്ഷി. ഒരു 3 ഘട്ടങ്ങളിൽ കൂടിയാണ് ശ്രീനിയുടെ കഥ ഇതിൽ പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ സ്വഭാവങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ വളരെ രസമായിരുന്നു. ആ ക്ലൈമാക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ രംഗമാണ് എനിക്ക് ആ പുകച്ചിലുള്ള ആ മുകളിലേക്ക് പോയി എന്ന് പറയുന്ന ആ രംഗങ്ങളൊക്കെ നമ്മുടെ ശരിക്കും നമുക്ക് ടച്ച് ചെയ്യും. ആ പറയുന്നതിന്റെ ഫീലിംഗ് ടച്ച് ചെയ്യും. അത് എന്ത് രസമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതേപോലെയൊക്കെ പറയുന്ന ഒരാളെ കൊണ്ട് സാധിക്കുമോ എന്ന് വളരെ സംശയമാണ്. അത്രയും നല്ല റിയാലിറ്റി ആയിട്ടാണ് ആ സംഭവം എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരദാമ്മയുടെ ആ ഒരു സൗന്ദര്യം ഒന്നും പറയാനില്ല. വളരെ നല്ല രസമായിരുന്നു ആ ശബ്ദം, അതേപോലെ തന്നെ ആ സംസാരിക്കുന്ന രീതി, ചില നോട്ടങ്ങളും ചില ചിരികളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് യക്ഷി തന്നെയാണോ. യക്ഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രക്തം ഊറ്റി കുടിക്കുന്ന സ്വഭാവമുള്ളൊരു യക്ഷിയായിട്ടല്ല, വളരെ ആ വശ്യതയാർന്ന എന്താ പറയാ, കണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു കണ്ണിന് കുളിർമ നൽകുന്ന തരത്തിലുള്ള ആ ഒരു സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ ഒരു സൗന്ദര്യം തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറയാം. അതേപോലെ ശ്രീനിയുടെ ക്യാരക്ടർ, എൻ ഗോവിന്ദൻകുട്ടിയൊക്കെ ഇത്രയും നല്ല ക്യാരക്ടറുകൾ, ഗോവിന്ദൻകുട്ടിയുടെ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥകൾ, ഇതൊക്കെ അത് ചിത്രത്തിൽ വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഈ സിനിമ. നല്ല പ്രിന്റുകൾ തന്നെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമയാണ് യക്ഷി എന്ന് പറയുന്ന സിനിമ. ഇതൊരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ്. നോവൽ ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഒരു അഭിപ്രായം പറഞ്ഞേക്കണേ. കാരണം എങ്ങനെയുണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും കിട്ടുമെങ്കിൽ വായിക്കാനുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, ഒന്ന് സബ്സ്ക്രൈബർ കൂടി ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ